നമുക്ക് ചെറിയ യാത്ര പോയാലോ? നമ്മൾ പോകുന്ന വയനാട്ടിനാണ് കേട്ടോ. നമ്മൾ പോകുന്ന താമരശ്ശേരി ചുരം കയറി വയനാട്ടിനാണ് പോകുന്നത്. വയനാട് ചുരം എന്നറിയപ്പെടുന്ന താമരശ്ശേരി ചുരം പ്രശസ്തമാണല്ലോ. അപ്പോൾ നമ്മൾ തൃശ്ശൂരൊക്കെ കവർ ചെയ്ത് നല്ല വീതിയുള്ള NH ഒക്കെ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇത് മാർത്താണ്ഡവർമ്മ പാലം പോലെ, ആലുവയിൽ കാണുന്ന പാലം പോലെ പാലം ഞാൻ അവിടെ കണ്ടു തൃശ്ശൂർ. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും താമരശ്ശേരി ചുരത്തിനെ കുറിച്ചല്ലേ. പ്രശസ്തമായ 9 ഹെയർ പിൻ വളവുകളുള്ള 14 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഒരു ചുരമാണത്. അത് കോഴിക്കോടിനെയും വയനാടിനെയും കൂടി കണക്ട് ചെയ്യുന്ന ചുരമാണെന്നും എല്ലാവർക്കും അറിയായിരിക്കും. ശരിക്കും നമ്മൾ വയനാട് ചുരം എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഈ ഒരു ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഇത് കാടാമ്പുഴ തീർ റൂട്ടൊക്കെ ഞാൻ കണ്ടു. പോകുന്ന വഴിയൊക്കെ കാടാമ്പുഴ അമ്പലം പ്രശസ്തമാണല്ലോ. നമ്മൾ വടക്കോട്ടിന് അധികം പോകാറില്ല. അതുകൊണ്ട് തന്നെ വടക്കോട്ടുള്ള ഈ വഴികളൊക്കെ കാണുമ്പോൾ ഞാൻ പണ്ട് പോയിട്ടുണ്ട് കാടാമ്പുഴ അമ്പലത്തിലൊക്കെ. അതൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ ഈ റൂട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. വളാഞ്ചേരി, എനിക്കൊന്ന് വളാഞ്ചേരി മലപ്പുറം ജില്ലയാണെന്ന് തോന്നുന്നത്. അങ്ങനെ നമ്മളതേ കാസർഗോഡ് പോകുന്ന വഴിയും റോഡ് കിലോമീറ്ററൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാസർഗോഡ് 244 കിലോമീറ്ററാണ് എഴുതി വെച്ചേക്കുന്നത്. കണ്ടോ, നല്ല റോഡാണ്, നല്ല NH വഴിയാണ് പോകുന്നത്. അതുപോലെ തന്നെ ടോളും ഉണ്ട്, അറിയാലോ. നല്ല റോഡ് പോകുമ്പോൾ ടോളും കൊടുക്കണം അല്ലേ. അങ്ങനെ ടോളൊക്കെ നമ്മൾ പാസ്സായി നമ്മൾ നേരെ വയനാട് ചുരം കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോടിൽ നിന്നും വയനാട്ടിലേക്കുള്ള NH 766 766 ഹൈവേ വഴിയാണ് പോകുന്നത് കേട്ടോ. അതാണ് നമ്മളെ ചുരം കയറുന്ന ഹൈവേ. NH 766 9 ഹെയർ പിന്നോട് ഞാൻ പറഞ്ഞല്ലോ. 14 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു ഹെയർ പിൻ കിടക്കുന്നത്. പല ഹെയർ പിന്നും നല്ല അപകടകരമായ വളവാണ്. നമ്മൾ അടിവാരം എന്നൊക്കെ പറയും. അടിവാരം മുതൽ മേളിൽ ലക്കിടി വരെ, വയനാട്ടിൽ ലക്കിടി വരെയാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അടിവാരത്ത് നിന്ന് ഫസ്റ്റ് ഹെയർ പിൻ കയറി നമ്മൾ പതുക്കെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ പണ്ടും പോകേണ്ടി പോലും കുറേ നാൾ മുമ്പ് പോയതാണ്. അതൊന്നും വലിയ ഓർമ്മയൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ പോകുന്നൊരു കല്യാണം കൂടാനായിട്ട് പോകുന്ന കേട്ടോ. അല്ലാതെ ഇവിടുത്തെ അധികം ടൂറിസ്റ്റ് പ്ലേസ് കവർ ചെയ്യാൻ പോകുന്നതല്ല ആക്ച്വലി. അതുകൊണ്ട് തന്നെ അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. വീഡിയോയിൽ പോകുന്ന വഴി കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുള്ള റൂട്ടും. ഇത് സമ്മർ ടൈമിൽ നമ്മൾ പോയത്. സമ്മർ ടൈമിൽ പോയിട്ട് എന്ത് ഭംഗിയാന്ന് നോക്കി കാഴ്ച കാണാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചുരത്തിനെ കുറിച്ച് അറിയായിരിക്കും. നമ്മൾ എങ്ങനെയാണ് ചുരം കണ്ടുപിടിച്ചതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ ഈ സ്പൈസൊക്കെ വയനാട്ടിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് എളുപ്പവഴി റോഡ് വേറൊരു എളുപ്പവഴി ആലോചിച്ച സമയത്താണ് ഒരു കരിന്തണ്ടൻ എന്നൊരു മൂപ്പൻ, ആദിവാസി മൂപ്പനായ കരിന്തണ്ടനാണ് ഈ ഒരു എളുപ്പവഴിയായ ചുരം, വയനാട് ചുരം, ഈ താമരശ്ശേരി ചുരം ഇതിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, അതിനുശേഷം ഈ മൂപ്പനെ കൊന്നു കളഞ്ഞു, വെടിവെച്ച് കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ഈ മൂപ്പൻ്റെ ആത്മാവ് രാത്രികാലങ്ങളിൽ പോകുന്ന ആൾക്കാരൊക്കെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഈ ആത്മാവിനെ നമ്മളെല്ലാം ആത്മാവിനൊരു ചെങ്ങലയിൽ ബന്ധിച്ചു. അത് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഏറ്റവും മേളിൽ കാണാം.